ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് ദ കർവ് x equal to 3t square, y equal to t square minus 2t and z equal to t cube. Determine the velocity and acceleration at t equal to 1. ഇവിടെ നമുക്ക് t equal to 1 എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് കൂടാതെ ഓൾസോ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്. എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ t equal to 1 എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പൊസിഷൻ വെക്റ്റർ ഡയറക്റ്റ് തന്നിട്ടില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ആർ വെക്റ്റർ എന്ന് പറയുന്നത് 3t സ്ക്വയർ. ഓക്കെ, ആർ വെക്റ്റർ എന്ന് പറയുന്ന ആദ്യം നമുക്ക് xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് തന്നെ എഴുതാം. അതിനുശേഷം എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3t സ്ക്വയർ ഐ പ്ലസ് വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ മൈനസ് 2tj പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ടി ക്യൂബ് കെ. ഇനി എന്താ ചെയ്യുക? ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കുക. ഡി ആർ ബൈ ഡി ടി ആകുമ്പോൾ ഇവിടെ 6ti പ്ലസ് 2t മൈനസ് 2j പ്ലസ് ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ കെ. അടുത്ത അപ്പോൾ ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്ന ഡി ആർ ബൈ ഡി ടി ആണ്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 1 കണ്ടുപിടിക്കാം. കാരണം ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടി ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് വേണ്ടത്. അപ്പോൾ ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 6 into 1i പ്ലസ് 2 into 1 മൈനസ് 2j പ്ലസ് 3 into 1 സ്ക്വയർ കെ. ആൻസർ എന്താ വരുന്നത്? 6i പ്ലസ് 2 മൈനസ് 2 എന്തായി പോവും? 0j പ്ലസ് 3k. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇത് നമ്മുടെ ടി ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 6i പ്ലസ് 3k എന്ന് കിട്ടി. അടുത്തത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പം നമുക്ക് എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. 36 പ്ലസ് 9 റൂട്ട് 45. അപ്പോൾ വെലോസിറ്റിയുടെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കണം. ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 16ൻ്റെ ഡെറിവേറ്റീവ് 6. അപ്പോൾ 6i പ്ലസ് 2j പ്ലസ് 6tk എന്നാണ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഇത് തന്നെയാണ് എന്ത്? നമ്മുടെ എ വെക്റ്റർ. എ വെക്റ്റർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. അടുത്തത് എന്താണ്? ആക്സിലറേഷൻ അറ്റ് ടി ഈക്വൽ ടു 1. ആക്സിലറേഷൻ അറ്റ് ടി ഈക്വൽ ടു 1 എന്ത് ചെയ്യുക? ടീൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിച്ചു. അവിടെ ടീൻ്റെ സ്ഥാനത്ത് ടിക്ക് 1 കൊടുക്കാം. അപ്പോൾ 6i ഇവിടെ നമുക്ക് ടി ഇല്ല. അപ്പോൾ അത് ആ ടേം അതുപോലെ തന്നെ എടുത്ത് താഴേക്ക് എഴുതുക. 6i പ്ലസ് 2j പ്ലസ് ഇവിടെ ടിക്ക് 1 കൊടുക്കുമ്പോൾ എന്താവും? 6k. ഓക്കെ, അപ്പോൾ ഇത് ആക്സിലറേഷൻ അറ്റ് ടി ഈക്വൽ ടു 1. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 4 ഓർ 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 തന്നെയാണ്. അപ്പോൾ ഇത് 36 പ്ലസ് 36 പ്ലസ് 4 എന്താവും ആൻസർ? 76. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് ദ കർവ് ആർ വെക്റ്റർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമ്മുടെ പൊസിഷൻ വെക്റ്റർ അവർ ഡയറക്റ്റ് ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം നമുക്കത് എഴുതാം. ആർ വെക്റ്റർ ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 4t സ്ക്വയർ ഐ പ്ലസ് ടി സ്ക്വയർ ജെ മൈനസ് 3t സ്ക്വയർ മൈനസ് 1k.
ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? where t denotes the time. Find the component of velocity and acceleration. അപ്പോൾ component of velocity അല്ലെങ്കിൽ component of acceleration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഇവിടെ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ആ ഡയറക്ഷനിലോട്ടുള്ള വെലോസിറ്റി എത്ര അല്ലെങ്കിൽ ആ ഡയറക്ഷനിലോട്ടുള്ള ആക്സിലറേഷൻ എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി എന്താണ്? dr/dt. dr/dt ആവുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3t² മൈനസ് 8ti പ്ലസ് 2tj മൈനസ് 60. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോവും. ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ആക്സിലറേഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം? d²r/dt² കണ്ടുപിടിക്കാം. d²r/dt² ആകുമ്പോൾ എന്ത് ചെയ്യാം? 60 മൈനസ് 8i പ്ലസ് 2j മൈനസ് 6k. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അറ്റ് t = 2 അല്ലേ? പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വെലോസിറ്റി. ഇതാണ് എന്ത്? നമ്മുടെ ആക്സിലറേഷൻ. അപ്പം വെലോസിറ്റി അറ്റ് t = 2. t = 2 എന്ന് പറയുമ്പോൾ ടീൻ്റെ സ്ഥാനത്തെല്ലാം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2² ആണ്. അപ്പോൾ 3 × 2² ആകുമ്പോൾ 4 മൈനസ് 8 × t 16i പ്ലസ് 4j മൈനസ് 12k. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 12 മൈനസ് 16 മൈനസ് 4i പ്ലസ് 4j മൈനസ് 12k. അപ്പോൾ നമുക്ക് വെലോസിറ്റി അറ്റ് t = 2 കിട്ടി. അടുത്തത് എന്താണ്? ആക്സിലറേഷൻ അറ്റ് t = 2. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ 60 മൈനസ് 8i. അപ്പോൾ 6 × 2 12. 12 മൈനസ് 8 എത്രയാണ് വരുന്നത്? 4i പ്ലസ് 2j മൈനസ് 6k. അപ്പോൾ ആക്സിലറേഷനും വെലോസിറ്റിയും കിട്ടി. ഇനി നമുക്ക് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഡോട്ട് എ ക്യാപ്. വെലോസിറ്റി ഡോട്ട് എ ക്യാപ്. എ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. ഇപ്പം ഞാനിവിടെ എ ക്യാപ് എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അത് ബി ക്യാപ് എന്ന് കൊടുത്താലും സി ക്യാപ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ എ ക്യാപ് എന്ന് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് എ ക്യാപ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എ ക്യാപ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? തന്നേക്കുന്ന ഡയറക്ഷൻ 2i മൈനസ് j മൈനസ് 3k ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. ആൻസർ എന്താ വരിക? 2i മൈനസ് j മൈനസ് 3k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2² 4 പ്ലസ് 1 പ്ലസ് 9. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2i മൈനസ് j മൈനസ് 3k ഡിവൈഡഡ് ബൈ റൂട്ട് 14 എ ക്യാപ്പ് കിട്ടി. ഇനി കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി ഡോട്ട് എ ക്യാപ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ t = 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെലോസിറ്റി വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാ. എന്തെഴുതാം? മൈനസ് 4i പ്ലസ് 4j മൈനസ് 12k ഡോട്ട് എന്താണ്? 2i മൈനസ് j മൈനസ് 3k ഡിവൈഡഡ് ബൈ റൂട്ട് 14. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ ഒരു ഡോട്ടാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ വെക്റ്ററിൻ്റെ കേസിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? i ഡോട്ട് i, j ഡോട്ട് j, k ഡോട്ട് k. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ഡിഫറെൻ്റ് ആണെങ്കിലോ
അപ്പം ഐ ഡോട്ട് ജെ വന്നു കഴിഞ്ഞാൽ 0, ജെ ഡോട്ട് കെ വന്നു കഴിഞ്ഞാൽ 0. അപ്പം ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായി പോവും? 0 ആയിപ്പോവും. അപ്പം ഇവിടെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -4i ഡോട്ട് 2i, അപ്പം എന്ത് വന്നു? -8 പ്ലസ് 4j -j, രണ്ടും കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ -4 -12k -3, അപ്പം എന്തായി? +36 ഡിവൈഡഡ് ബൈ √14. അപ്പോൾ 36 - 12 എന്ന് പറയുമ്പോൾ എന്താവും? 24/√14. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അപ്പോൾ ഒന്നാമത്തേത് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി, അടുത്തത് കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ആക്സിലറേഷൻ ഡോട്ട് എ ക്യാപ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 4i + 2j - 6k. 4i + 2j - 6k ഡോട്ട് എ ക്യാപ്പ് എന്ന് പറയുന്നത് 2i - j - 3k ഡിവൈഡഡ് ബൈ √14. ഇത് രണ്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. 8 2 -2 + 18, അപ്പോൾ ബൈ √14. 8 - 2 എന്താണ്? 6. അപ്പോൾ 6 + 18 ഡിവൈഡഡ് ബൈ √14. അപ്പോൾ 6 + 18 എന്ന് പറയുന്നത് എന്താണ്? 24. 24 ഡിവൈഡഡ് ബൈ √14. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ.